السلام عليكم ورحمة الله وبركاته. لله عليكم الذي السلام ورحمة أنزل آيات بينات وكتابا مبينا والذي أنزل القرآن بلغة عربي مبين بلسان عربي مبين لعلهم يتقون ولعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها. وما زلنا نراجع القسم الأول من دورة الثالثة. മൂന്നാം ഭാഗത്തിന്റെ പാർട്ട് 1 നമ്മൾ വിജയിച്ചു. ഏത് പാഠമായിരുന്നു നമ്മൾ റിവൈസ് ചെയ്തത്? 11 കഴിഞ്ഞു. 11 കഴിഞ്ഞു. നമുക്ക് 16 വരെ എത്തി. ഓക്കെ, അതൊന്ന് കഴിഞ്ഞ് അതിൽ കുറെ ഉദാഹരണങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുള്ളതൊക്കെ വായിച്ചു നോക്കണമെന്ന് പറഞ്ഞു. ദിവചനം എന്താ പറഞ്ഞ മുഖത്തിന് ഖബറും തമ്മിലുള്ള ക്രോസ് മാച്ചിങ്, അതാണ് പറഞ്ഞത് അല്ലേ? മുഖത്തിന് ഖബറും തമ്മിലുള്ള മാച്ചിങ് ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം കാര്യത്തിലാണ് മുഖത്തിന് ഖബറും തമ്മിൽ മാച്ചിങ് ഉണ്ടാകേണ്ടത്? മുഖത്തിന് ഖബറും തമ്മിൽ മാച്ചിങ് ഉണ്ടാകേണ്ടത് ആരെ മയക്കുന്ന കഫക്കെട്ട് ചുമേന വരുന്നില്ല, മരിച്ചു പോകുന്ന വരുന്നല്ല. മുഖത്തിന് ഖബറും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാച്ചിങ് ഉണ്ടാകേണ്ടത്? എത്ര കാര്യങ്ങളാണ്? 4 കാര്യങ്ങളാണോ 2 കാര്യങ്ങളാണോ? ഏതെല്ലാം കാര്യങ്ങളിലാണ് മാച്ചിങ് ഉണ്ടാകേണ്ടത്? ജെൻഡറിലും പ്ലൂറാലിറ്റി, സിംഗുലർ പ്ലൂറൽ, ജെൻഡറിലും നമ്പറിലും. ജെൻഡറിലും നമ്പറിലാണ് യോജിപ്പ് ഉണ്ടായത്. ഡോക്ടർ അല്ലാതെ വേറെ ആരും ഓർക്കുന്നില്ല. ഓക്കെ, ഇത് റിവിഷൻ എന്തായാലും നിങ്ങൾ റിവൈസ് ചെയ്ത് കേൾക്കണം. റിവൈസ് ചെയ്ത് കേട്ടാൽ എന്തായിരുന്നാലും നോട്ട് എഴുതി വയ്ക്കും. റിവിഷന്റെ നോട്ട് എന്ന് പറഞ്ഞാൽ ഇത് സമ്മറി മാത്രം നമ്മൾ വായിക്കും. ആ സമ്മറി വെച്ചിട്ട് പിന്നെ അതിന്റെ വിശദീകരണം ഗ്രാമറിന്റെ ഭാഗത്ത് വേറെ കുറെ വിശദീകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചിലരൊക്കെ എക്സസൈസിന്റെ ഭാഗത്ത് കുറെ കാര്യങ്ങൾ ഗ്രാമർ വിശദീകരിക്കുന്നുണ്ട്, അതും വായിച്ചു പോകേണ്ടതാണ്. നമ്മളിപ്പോ സമ്മറി മാത്രമേ നോക്കുന്നുള്ളൂ. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മുഖത്തിനെയും ഖബറും തമ്മിലുള്ള യോജിപ്പ്, ക്രോസ് മാച്ചിങ്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. പിന്നെ പറയാഞ്ഞത് എന്താണ്? എന്തൊക്കെ കാര്യങ്ങളെ യോജിപ്പുണ്ടാകണമെന്ന് ചോദിച്ചാൽ പറയാഞ്ഞെന്താ? ഓക്കെ, വിയോജിപ്പില്ലാത്തതുകൊണ്ടാണ് പറയാഞ്ഞത്. അദ്ദർസു സാനി അശർ, പാഠം 12.
പാഠം 12 പറയുന്നത് ആ ലർഫാണ്. ലർഫ് നമ്മൾ മഫ്ഊൽ ബിഹി പറഞ്ഞല്ലോ. മഫ്ഊലിനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫാഇലും മഫ്ഊലൊക്കെ പറഞ്ഞ ആദ്യം നമ്മൾ പട്ടിക പഠിക്കുന്ന സമയത്ത് ഫാഇലെന്നും മഫ്ഊലെന്നും പറഞ്ഞു. അത് ഗ്രാമർ പഠിക്കുമ്പോൾ ഫാഇലും മഫ്ഊലും വരുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പുതിയ വെർഷനിൽ അതിന്റെ പേര് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ഫാഇലും മഫ്ഊലും എന്ന് പറഞ്ഞാൽ കർത്താവും കർമ്മം എന്നുള്ളത് കർത്തൃനാമമൊന്നും കർമ്മനാമമൊന്നും കൊടുത്തിട്ടുണ്ട് പുതിയ ടെക്സ്റ്റിൽ. കാരണം അതിന്റെ അറബി പേര് തന്നെ ഇസ്മുൽ ഫാഇൽ എന്നും ഇസ്മുൽ മഫ്ഊൽ എന്നുമാണ്. നമ്മൾ ഫത്തഹയുടെ ഇസ്മുൽ ഫാഇലാണ് ഫാത്തിഹൻ, അതിന്റെ ഇസ്മുൽ മഫ്ഊലാണ് മഫ്തൂഹൻ. അപ്പൊ ഫാഇലും ഫാത്തിഹൻ മഫ്തൂഹൻ എന്ന് പറഞ്ഞ കർത്താവ് കർമ്മം എന്ന് പറഞ്ഞു പോയാൽ ഗ്രാമർ പഠിക്കുമ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിൽ വ്യത്യാസം വരും. ഗ്രാമറിന്റെ സെന്റൻസിലെ കർത്താവും സെന്റൻസിലെ കർമ്മവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, കൺഫ്യൂഷൻ ആവും. സെന്റൻസിലെ കർത്താവ് ശരിക്കും എന്താണ്? ഫാഇലാണ്. സെന്റൻസിലെ കർത്താവ് അല്ല കർമ്മം മഫ്ഊലു ബിഹിയാണ്. ഒരു വെർബിനെ അതിന്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന്റെ വസിനെ മാറ്റി അല്ലെങ്കിൽ അതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെർബിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റിന്റെ ഫോമിന് ഇസ്മുൽ ഫാഇൽ എന്നാണ് പറയുന്നത്. ഇസ്മുൽ ഫാഇൽ, ഫാഇൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നാമം ഇസ്മുൽ ഫാഇൽ. അതിന്റെ വെർബിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന മഫ്ഊലിന്റെ രൂപത്തിന് കർമ്മത്തിന്റെ രൂപത്തിന് ഇസ്മുൽ മഫ്ഊൽ. അപ്പൊ ഇസ്മുൽ ഫാഇൽ ഇസ്മുൽ മഫ്ഊൽ എന്ന് പറഞ്ഞാൽ ഒരു വെർബിൽ ഒരു ഫിഇലിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫോർമാറ്റ്, ഒരു രൂപമാണ് ഇസ്മുൽ ഫാഇലും ഇസ്മുൽ മഫ്ഊൽ. പിന്നെ സെന്റൻസ് സ്ട്രക്ചറിൽ വരുമ്പോൾ അവിടെ നമുക്ക് മുബ്തദ ഉണ്ടാവും, ഖബർ ഉണ്ടാവും, അതേപോലെ വെർബ് ഉണ്ടാവും. വെർബ് വന്നാൽ വെർബിന്റെ ഫാഇൽ ഉണ്ടാവും, അതിന്റെ മഫ്ഊൽ ബിഹി ഉണ്ടാവും. അപ്പൊ മഫ്ഊൽ ബിഹി പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ വെർബിന്റെ ഫാഇൽ എന്ന് പറയുമ്പോൾ വെർബിൽ ലയിച്ചിരിക്കുന്ന ഫാഇലാകാം, അതേപോലെ വെർബിന്റെ ചേർന്നുള്ള ആ വെർബ് പ്രവർത്തിച്ച ആള് അതിനെ സൂചിപ്പിക്കുന്നതാണ് ഫാഇൽ, സെന്റൻസിലെ ഫാഇൽ. ഇപ്പൊ സെന്റൻസിലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മഫ്ഊൽ ബിഹി എന്നാണ് പറയുന്നത്. മഫ്ഊൽ ബിഹി ഏതിലാണോ ചെന്ന് പതിച്ചത്, ഏതിനെ കൊണ്ടാണ് പ്രവർത്തിച്ചത് പറഞ്ഞാൽ ഏതിലാണ് ചെന്ന് പതിച്ചത്, അതിന്റെ എഫക്റ്റ് ആർക്കുണ്ടായി എന്നതാണ് മഫ്ഊൽ ബിഹി എന്ന് പറയുന്നത്. ഈ മലയാളത്തിലും മറ്റ് ഭാഷകളിലും ഉള്ള നിർവചനങ്ങൾ ഒന്നും എന്തല്ല അറബിയിലെ നിർവചനത്തിനോട് അടുത്തു വരുന്നതല്ലാതെ പൂർണ്ണമായും യോജിപ്പെന്ന് പറയാൻ പറ്റില്ല. ഈ മഫ്ഊൽ ബിഹി എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രവർത്തനം ഏതിൽ ചെന്ന് ഫലിച്ചു എന്ന് ചോദിച്ചാൽ എല്ലാ സ്ഥലത്തും അതേപോലെ നിർവചനം പറയാൻ പറ്റുന്നില്ല. എന്തായിരുന്നാലും അത് മഫ്ഊൽ ബിഹിയാണ്. അതേസമയം വേറൊരു മഫ്ഊൽ ഉണ്ട്, അതെന്താണ്? മഫ്ഊൽ ഫീഹി എന്നാണ് അതിന് പറയുന്നത്. എവിടെ വെച്ച് ചെയ്തു എന്നത്, എവിടെ വെച്ച് ചെയ്തു, എപ്പോൾ ചെയ്തു എന്നതാണ് മഫ്ഊൽ ഫീഹി. എവിടെ വെച്ച് ചെയ്തു അല്ലെങ്കിൽ എപ്പോൾ ചെയ്തു, അതിനാണ് അറബിയിൽ പറയുന്നത് ലർഫ്. ഷർഫ് എന്നൊന്നും പറയരുത് കേട്ടോ. ഇവർ ഇട്ടിട്ട് അതിന്റെ താഴെ ഒരു ഡോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം അതെല്ലാം എന്താ പറയാ, ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു രൂപം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ശരിക്കും അള്ളാഹ് തന്നെ നമ്മൾ പറയാം ലർഫ്. ലർഫ് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ലർഫ് ഇമ്മ ലർഫ് ജമാൻ വ ഇമ്മ ലർഫ് മക്കാൻ. ഒന്നുകിൽ മക്കാനാകാം അല്ലെങ്കിൽ ജമാനാകാം. അപ്പം എപ്പോൾ ചെയ്തു, എവിടെ ചെയ്തു, നേരത്തെ പറഞ്ഞത് എപ്പോൾ ചെയ്തു എന്ന് വെച്ചാൽ ടൈം, അതിനാണ് ലർഫ് ജമാൻ എന്ന് പറയുന്നത്. എവിടെ ചെയ്തു എന്ന് വെച്ചാൽ ലർഫ് മക്കാൻ, ഏത് സ്ഥലത്ത് വെച്ചാണ് ചെയ്തത്. അപ്പൊ സ്ഥലത്തെ നമ്മൾ മുമ്പ് മലയാളത്തിൽ പറഞ്ഞിട്ട് സ്ഥലകാല സൂചകമുള്ള പദം, സ്ഥലകാല സംബന്ധിയായ പദം, അതിനാണ് ലർഫ് എന്ന് പറയുന്നത്. സ്ഥലത്തെയോ കാലത്തെയോ സൂചിപ്പിക്കുന്ന പദം ലർഫ്. ലർഫ് ഓർ ദ അൽ മഫ്ഊൽ ഫീഹി ആണ് ഇതിൽ പറയുന്നത്. അപ്പോ ലർഫ്, എ noun which denote the time or place of an action,
ഒരു പ്രവൃത്തി ചെയ്ത സ്ഥലം അല്ലെങ്കിൽ സമയത്തെ സൂചിപ്പിക്കുന്ന സ്ഥലത്തെ അല്ലെങ്കിൽ സമയത്തെ സൂചിപ്പിക്കുന്ന പദം. ഖറജ്തു ലൈലൻ, അപ്പൊ നമ്മളവിടെ ഹാൽ എന്നല്ല പറയുക. ഫത്തഹ് തൻവീൻ വരുന്നിടത്തൊക്കെ നമ്മൾ ഹാൽ എന്ന് പറയും. എല്ലാ സ്ഥലത്തും ഹാലായിക്കൊള്ളണമെന്നില്ല. ഖറജ്തു ലൈലൻ, അപ്പൊ എന്താ ലൈലി ലർഫാണ്. ഖറജ്തു ഞാൻ പോയി അല്ലെങ്കിൽ പുറപ്പെട്ടു. എപ്പോൾ? ലൈലൻ, രാത്രി. അപ്പൊ ലൈൽ എന്താണ്? ലർഫാണ്. എല്ലാ സ്ഥലത്തും നമുക്ക് ഈ ടെക്നിക്കൽ വേർഡ് അറിഞ്ഞിരിക്കൽ അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ സംഗതി അറിഞ്ഞിരിക്കൽ അനിവാര്യമല്ല. പക്ഷെ ചിലപ്പോൾ നമ്മളിപ്പോ ഹാൽ എന്ന് പറഞ്ഞപ്പോ ഫത്തഹ് തൻവീൻ വന്നപ്പോ ഹാല്, ഫത്തഹ് തൻവീൻ വന്ന എപ്പോഴും ഹാലായിരിക്കും, ചിലപ്പം ബാർഫും ആയിരിക്കാം. അങ്ങനെ ചില സംഗതികളുടെ എന്താ പറയാ വിശദീകരണമാണ് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിന്റെ ആഴത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ടെക്നിക്കൽ പദങ്ങളും അല്ലെങ്കിൽ സാങ്കേതിക പദങ്ങളും വ്യാകരണവും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതിന്റെ ആഴം കൃത്യമാകും, അതിന്റെ ആഴത്തിലേക്ക് കടക്കും, ഡെപ്ത് വർദ്ധിക്കും. സ ഉസാഫിറു ഗദൻ എന്ന് പറഞ്ഞു. സ ഉസാഫിറു ഗദൻ, ഞാൻ ട്രാവൽ ചെയ്യും. എപ്പോൾ? ഗദൻ. എന്താണ് അത്? ലർഫ് സമാനാണ്. ലൈലൻ ലർഫ് സമാനാണ്. സ ഉസാഫിറു ഗദൻ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അപ്പൊ അവിടെ ഒന്നുമല്ല, എന്തല്ല, ഹാലൊന്നുമല്ല. ഗദൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ? നാളെ. സമയത്തെ സൂചിപ്പിക്കുന്നതല്ല. നിംതു ബഅദ നൗമിക, നിംതു ബഅദ നൗമിക, ഞാൻ ഉറങ്ങി. എപ്പോൾ? ബഅദ നൗമിക, നിന്റെ ഉറക്കത്തിൽ. അപ്പൊ ബഅദ എന്താണ്? ലർഫാണ്, ലർഫാണ്. അതേപോലെ അപ്പൊ ദിസ് ഈസ് കോൾഡ് ലർഫു സമാൻ. അപ്പൊ ഇതിനാണ് സമയത്തെ സൂചിപ്പിക്കുന്ന പദത്തിനാണ് എന്ത് പറയുന്നത്? ലർഫ് സമാൻ എന്ന് പറയും. മശൈതു മീലൻ, മീൽ, ഐ വാക്ക്ഡ് എ മൈൽ. മശൈതു മീലൻ, ഞാൻ നടന്നു. എത്ര നടന്നു? 1 കിലോമീറ്റർ, 1 മൈല്. കിലോമീറ്റർ അല്ല, മൈല്. ജലസ്തു ഇൻദൽ മുദീരി, ജലസ്തു ഇൻദൽ മുദീരി, ഞാൻ ഇരുന്നു. എവിടെ ഇരുന്നു? അത് ഇൻദൽ മുദീരി, മുദീറിന്റെ അടുത്ത്, ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത്. അതേപോലെ നിംതു തഹ്ത ഷജറത്തിൻ, നിംതു തഹ്ത ഷജറത്തിൻ, ഞാനൊരു മരത്തണലിൽ ഇരുന്നു. ഞാനൊരു മരത്തണലിൽ ഇരുന്നു. ഷജറത്തിൻ എന്ന് പറഞ്ഞപ്പോ എന്തായി? ഒരു മരമാണ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ ഞാൻ ഇരുന്നു. അവിടെ ഇളാഫത്താണെങ്കിലും എന്താകുന്നില്ല? ഡെഫിനിറ്റ് ആകുന്നില്ല. ഇന്ത്യയും തഹത്തയും ഒക്കെ എന്താണ്? ഇന്ത്യയും തഹത്തയും ഇളാഫത്തായിട്ടാണ് വരിക. നീലൻ അത് ലർഫായതുകൊണ്ട് എന്ത് ചെയ്തു? നെസ്ബ് ചെയ്ത് വന്നു. ജലസ്തു ഇന്ത തഹത്ത എന്നുള്ളത് ലർഫായതുകൊണ്ട് അവിടെ നെസ്ബ് ചെയ്തു. ലർഫിന്റെ അടയാളം പറഞ്ഞില്ല. ലർഫിന്റെ അടയാളം എന്താണ്? നെസ്ബാണ്, മൻസൂബായിട്ടായിരിക്കും വരിക. അപ്പൊ നേരത്തെ പറഞ്ഞെടുത്ത് ബഅദയും എന്താണ്? ബഅദയ്ക്ക് ശേഷം ബഅദയുടെ ബഅദിൽ വരുന്നതിന് എപ്പോഴും ബഅദയുടെ ബഅദിൽ വരുന്ന കുല്ലിനും കെസ്റായിരിക്കും. അതും ഇളാഫത്ത് ചെയ്തിട്ടാ വരിക. പക്ഷെ ആ ബഅദയുടെ അടയാളം എന്താണ്? അത് ലർഫാകുമ്പോൾ അതിന് നെസ്ബായിരിക്കും. നിങ്ങളെ മൈക്രോഫോൺ മാറ്റിയോ? നേരത്തെ ചുമയുണ്ടായിരുന്നല്ലോ, കഫം. അതല്ല, അത് മോട്ടർ അടിച്ചതിന്റെ ഒച്ചയാ. എന്തുപറ്റി? മോട്ടർ അടിച്ചതിന്റെ ഒച്ചയായിരുന്നു. അത് ശരി. മനസ്സിലായി നിങ്ങൾ എന്താണ് പറയുന്നത്. ഓക്കെ. അപ്പൊ താഹത്തേക്ക് നെസ്ബ് വരാൻ കാരണം അത് ലർഫായതുകൊണ്ട്. താഹത്തയുടെ ശേഷം വരുന്നത് ജെറിയേറ്റ് ആയിരിക്കും വരുന്നത്. അതെന്താണ്? എപ്പോഴും ജിലാഫത്തായിട്ടായിരിക്കും വരിക. അപ്പൊ എന്താണ്? ഇതൊക്കെ സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന് ലർഫ് മക്കാൻ എന്ന് പറയാം. ലർഫ് മക്കാൻ എന്ന് പറയാം. ഇവിടെ മശൈത്ത് മീലൻ എന്നത് എന്താണ്? അളവിനെ സൂചിപ്പിക്കുന്നതാണെങ്കിലും ശരിക്കും എന്താണ്? ഞാൻ നടന്നു
ആ നടന്ന സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ലർഫ് മക്കാന്റെ കൂടെ പെടുത്തിയത്. എന്തായാലും അത് ലർഫാണ്. മൈലൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ജമാൻ എന്ന് പറയാൻ പറ്റില്ല. ജമാന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് മക്കാന്റെ കൂട്ടത്തിലാണ് അത് പെടുത്തുക. അതേപോലെ അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഐന, അംശി, ഹൈസു, മത്ത. ഇതൊക്കെ അതിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഐന എവിടെ, അംശി. അപ്പൊ ഐന എന്ന് ചോദിച്ചാൽ അതാണ് സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്. അംശി എന്നത് സമയത്തെ സൂചിപ്പിക്കുന്നതാണ്. എപ്പോൾ. കത്തു എന്നത് എന്താണ്? അപ്പൊ ഇവിടെ എല്ലാം എന്താണ്? ഐനയ്ക്ക് എപ്പോഴും പത്തക തന്നെയായിരിക്കും. അംശിന് എപ്പോഴും എന്തായിരിക്കും? എസ് തന്നെയായിരിക്കും. കത്തു എന്നുള്ളത് എപ്പോഴും കത്തു തന്നെയായിരിക്കും. അതേപോലെ ഹൈസു എന്നതും ഹൈസി, ഹൈസ എന്നൊന്നും വരില്ല. ഇതൊക്കെ എപ്പോഴും എന്താണ്? മബിനിയാണ്. മബിനി എന്താണ്? അന്ത്യം ഉറച്ചത്. അന്ത്യം ഉറച്ചതിനെയാണ് മബിനി എന്ന് പറയുന്നത്. മബിന എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ്. അപ്പോ കോൺക്രീറ്റ് ആണത്. അത് അന്ത്യം ഉറച്ചതാണ്. അതിനെ മാറിയതായിട്ട് അതിനെ വജത്തും അതിനെ മാറിയതായിട്ട് എവിടെയും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതേപോലെ അംശി എപ്പോഴും കസ്റനായിരിക്കും. തത്വ ഹൈസു. യഥാർത്ഥത്തിൽ എന്താണിത്? ഐന ലർഫാണ്. അംശി ലർഫാണ്. തത്വ ഹൈസു ഒക്കെ ലർഫായിട്ടായിരിക്കും വരിക. അതേപോലെ ഹുന, മത്ത. ഹുനായും മത്തായും അതേപോലെ പത്തഹിലായിരിക്കും, അല്ല സുക്കൂനിലായിരിക്കും എന്ത് ചെയ്യുക? അവസാനം എന്താണ്? അലിഫാണ്. ഹുനയിലെയും മത്തയിലെയും. അപ്പൊ നമ്മള് മത്ത ഹറജിത്ത, നീ എപ്പോ പോയി. അപ്പോൾ എപ്പോൾ എന്നതായത് കൊണ്ട് ശരിക്കും എന്താണത്? ലർഫാണ്. അയിനത്തെ ദുർസു, എവിടെ എന്നത് എന്താണ്? സ്ഥലത്തെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് അത് ലർഫാണ്. ലം അഹിബ് അംസി, അപ്പോൾ പറഞ്ഞെന്താണ്? ഇതിലൊന്നിലും മാറ്റം വരുന്നില്ല. മത്ത ഐന അംസി. ലം അഹിബ് അംസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ഒരിക്കലും ആബ്സെന്റ് ആയിട്ടില്ല. ലർഫിന്റെ ബഹുവചനമാണ് എന്ത്? ലുറൂഫ്. ലുറൂഫ്. ലർഫ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്താ പറഞ്ഞു? ശരിക്കും ലർഫ് സമാൻ, ലർഫ് മെക്കാൻ എന്നൊക്കെ പറയുമ്പോ ഗ്രാമറിൽ ഇതിന് എന്താണ് നമ്മൾ എന്താ പറഞ്ഞത്? അതിന്റെ മഫ്ഊൽ ഫീഹി എന്നുള്ള അർത്ഥത്തിലാണ് ലർഫ് വരുന്നത്. ലർഫ് എന്ന് പറഞ്ഞാൽ സ്ഥല കാല സംബന്ധിയായ പദം. അതിന് ഗ്രാമറിൽ പറയുന്ന പേരാണ് ലർഫ്. അതേസമയം ഭാഷയിൽ സാഹചര്യം, അവസ്ഥ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. ലുറൂഫ്, അവന്റെ ലുറൂഫ് കാരണമായിട്ട് അവൻ എന്താ ചെയ്യുമെന്ന് പറയും. എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ സാഹചര്യമാണ്, അവന്റെ അവസ്ഥയാണ് അതിലേക്ക് നയിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക് ലുറൂഫ് എന്നർത്ഥം എന്ന വാക്ക് ഉപയോഗിക്കും. നമ്മൾ പഠിക്കുന്ന പല വാക്കുകളും ഗ്രാമറിൽ അല്ലെങ്കിൽ ടെക്നിക്കൽ യൂസേജ് ഒന്നാണ്, അതിന്റെ ഭാഷാപരമായ യൂസേജ് വേറൊന്നാണ്. ടെക്നിക്കൽ പേരാണ് ലർഫ് എന്ന് പറയുന്നത്. സ്ഥലകാല സംബന്ധിയായ പദത്തെ സൂചിപ്പിക്കുന്ന പദം ലർഫ്. അതിന്റെ ബഹുവചനം ലുറൂഫ്. അവസ്ഥകൾ, സിറ്റുവേഷൻസ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അതേപോലെ കത്തിന് ഉദാഹരണമാണ് ലം അസുഖ് ഹാദിഹിൽ ഫാക്കിഹത ഖത്തു. കത്ത് എന്ന് പറഞ്ഞാൽ കത്ത് തീരെ, അല്പവും എന്ന അർത്ഥത്തിൽ വരും. അതേപോലെ ഇവിടെ ഞാൻ ലം അസുഖ് ഹാദിഹിൽ ഫാക്കിഹത ഖത്തു, ഞാൻ ഒരിക്കലും ഇത് രുചിച്ചിട്ടില്ല, ടേസ്റ്റ് ചെയ്തിട്ടില്ല. ലം അസുഖ്. ലം അസുഖ്. അസുഖിന്റെ മാളി എന്താണ്? കൽപ്പന. നോക്കൂ. ജിലിസ് ഹുന,
ഇവിടെ ഇരിക്കൂ. അപ്പൊ ഹുന എന്നത് ലർഫാണ്. അവിടെ വേറെ നെസ്ബും അതുപോലെ സംഭവമൊന്നും കാണാൻ പറ്റില്ല. നെസ്ബ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹുനയുടെ നൂനിന്റെ മുകളിൽ എന്താ ഉള്ളത്? നെസ്ബാണോ ഉള്ളത്? ഫത്തഹാണ് കേട്ടോ. നെസ്ബ് വരുന്നത് എവിടെയാണ്? എന്തിനാണ് നെസ്ബ് വരുന്നത്? മാത്രമല്ല നെസ്ബ് എന്നതിന് പേര് വിളിക്കണമെങ്കിൽ അതെന്തായിരിക്കണം? ചേഞ്ചബിൾ ആയിരിക്കണം. മുഅറബാണെങ്കിൽ മാത്രമേ അതിന് നെസ്ബ് എന്ന് പറയാൻ പറ്റൂ. മാറി വരുന്നതാണെങ്കിൽ മാത്രമേ അതിന് നെസ്ബ് എന്ന് പറയാൻ പറ്റൂ. അപ്പൊ ഇവിടെ നമ്മൾ തഹ്ത എന്നൊക്കെ പറഞ്ഞല്ലോ. നിന്തു തഹ്ത എന്ന് പറഞ്ഞെടുത്ത് തഹ്ത എന്താണ്? അവിടെ നെസ്ബാണ്. അത് ഇന്ത എന്നുള്ളത് നെസ്ബാണ്. കാരണം എന്താ? ഇന്ത എന്നുള്ളത് ഇന്ത്യ എന്ന് വരും. മിൻ ഇന്ദില്ല ജസാഅൻ മിൻ ഇന്ദില്ലാഹി എന്ന് പറയും. അപ്പം മിന്നി ശേഷം വന്നപ്പോ ഇന്ത്യ എന്ന് വന്നു. തജ്രി മിൻ തഹ്തിഹൽ എന്ന് പറഞ്ഞു, അവിടെ കസ്ർ വന്നു. അപ്പൊ എന്താണ്? ഇവിടെ തഹ്ത എന്ന് പറഞ്ഞപ്പോൾ നെസ്ബാണ്. പിന്നെ നെസ്ബ് എന്ന് പറയുന്ന സ്ഥാനത്തിന്റെ പേരാണ്. അതിന്റെ അടയാളം ഫതഹത്താണ്. ഫതഹത്താണ്. അത് വരുമ്പോഴത്തേക്ക് എന്താണ്? ഫതഹത്ത് അതിന്റെ അടയാളമായിട്ട് ചിഹ്നമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഫതഹത്താണ്. അല്ലെങ്കിൽ എന്ത് വരും? മുസ്ലിമീന വന്നപ്പം മൻസൂബാണ്. അതേപോലെ മുസ്ലിമാത്തിൻ വന്നപ്പോൾ എന്താണ്? മൻസൂബാണ്. അല്ലേ? ആ കത്തു ജിൻസ് ഹുന എന്ന് പറഞ്ഞു. ജിൻസ് ഹൈസു ഷിഇത. ജിൻസ് ഹൈസു ഷിഇത. ഈ എവിടെയാണോ ഇരിക്കാൻ ഉദ്ദേശിച്ചത് അവിടെ ഇരുന്നോ. അപ്പൊ അവിടെ ഫതഹത്ത് കാണുകയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മള് എന്താണ് മഹല്ല് അവിടെ നെസ്ബിന്റെ സ്ഥാനത്താണ്. നെസ്ബിന്റെ സ്ഥാനത്താണുള്ളത്. നമ്മൾ മഹല്ല് പഠിച്ചില്ലേ? അതിന്റെ സ്ഥാനത്ത് വരും. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് അംസി. In this sentence, the word amsi is Larvu Zaman. It is mabini ending with kasra. Kasra അവസാനിക്കുന്ന മബിനി ആയിട്ടാണ് ഉള്ളത്. ഫി മഹല്ലി നസ്ബിൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫി മഹല്ലി നസ്ബിൻ. നസ്ബിന്റെ സ്ഥാനത്താണ്. നസ്ബിന്റെ സ്ഥാനത്താണെന്ന് പറയാം. أين تدرس؟ أين is ظرف مكان. It is مبني ending in فتحة and it is in the place of nasb. നസ്ബിന്റെ സ്ഥാനത്താണ് അത് ഉള്ളത്. എന്തിനാണ് ഈ സ്ഥാനം മനസ്സിലാക്കുന്നത്? ഇവിടെ അല്ലെങ്കിലും എവിടെയെങ്കിലും ആ സ്ഥാനം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവിടെ കാണുന്ന പ്രകടമായി കാണുന്ന അടയാളമല്ല അതിന്റെ യഥാർത്ഥ അടയാളം എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിനോട് ബന്ധപ്പെടുത്തി വേറൊരു വാക്ക് വന്നാൽ അതിന് യഥാർത്ഥത്തിൽ എന്ത് അടയാളമാണോ വരേണ്ടത് ആ അടയാളമാണ് രണ്ടാമത്തേന് ബന്ധപ്പെടുത്തുന്നതിന് വരേണ്ടത്. അതിനാണ് ഈ സ്ഥാനം മനസ്സിലാക്കുന്നത്. എവിടെ പറഞ്ഞിട്ടുണ്ട്? വേർഡ്സ് വിച്ച് ഫങ്ഷൻ ആസ് huruf. A word may represent a larf and so take the nasb ending when even though originally it is not a word denoting time or place. അത് വേറെ. ലാർഫിന്റെ സ്ഥാനം വരും ചിലപ്പോൾ. ലാർഫിന്റെ സ്ഥാനം വരും ചിലപ്പോൾ. A word may represent a larf. ഒരു ലാർഫിനെ റെപ്രസെന്റ് ചെയ്യും. So take the nasb ending. അപ്പോൾ nasb സ്വീകരിക്കും. ഈവൻ ദോ ഒറിജിനലി ഇറ്റ് ഈസ് നോട്ട് എ വേർഡ് ഡിനോട്ടിംഗ് ടൈം ഓർ പ്ലേസ്. അത് സ്ഥലത്തെയോ സമയത്തെയോ സൂചിപ്പിക്കുന്നതല്ലെങ്കിൽ പോലും ചില സന്ദർഭത്തിൽ ഇത് ലർഫിന്റെ സ്ഥാനത്ത് വരും. ലർഫിന്റെ സ്ഥാനത്ത് വരും. ഉദാഹരണം സാഫർന കുല്ലൻ നഹാർ. സാഫർന കുല്ലൻ നഹാർ. വേർഡ്സ് ലൈക്ക് കുല്ല്, ബാദ്, നിസ്ഫ്, റുബഅ്
when they have placed time words as their മുലാഫ് ഇലൈഹി. അതെപ്പോഴാണ് വരിക? അതിന്റെ മുലാഫിൻ ഇലൈഹി ആയിട്ട് സ്ഥലമോ ടൈമോ വരും. അപ്പോൾ എന്ത് ചെയ്യും? അതിന് ഇതിന്റെ സ്ഥാനം കൊടുക്കും. മുമ്പ് പലപ്പോഴും നമ്മൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു പരുവത്തിനൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എക്സസൈസിൽ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ, അപ്പൊ കുല്ലൻ നഹാർ. അപ്പൊ നഹാർ എന്താണ്? ലർഫ് സമാനാണോ മക്കാനാണോ? ലർഫായിട്ട് പറഞ്ഞാല് നഹാർ അപ്പൊ സമാനിലേക്ക് ഇളാമത്ത് ചെയ്തതുകൊണ്ട് കുല്ലിന് എന്ത് ചെയ്തു? ലർഫിന്റെ അടയാളം കൊടുത്തു. സാഫർന കുല്ലൻ നഹാർ. ബഖീതു ഫിൽ മുസ്തശ്ഫ ബഅദ യൗമിൻ. അതെന്താണ്? സമയത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ബഅദ യൗം, സമയത്തിന്റെ കുറച്ച് ഭാഗം. അതുകൊണ്ടാണ് ബഅദിന് നസ്ബ് ചെയ്തത്. ഇൻതദർതുക റുബഅ സഅത്തിൻ. അപ്പൊ സഅത്തിന്റെ അതുകൊണ്ടാണ് ശരിക്കും സമയമാണ്. സമയത്തിന്റെ റുബ എന്താണ്? കാല്. അപ്പൊ കന്നുകാലികളുടെ കാലാണത്. കന്നുകാലികൾക്കാണ് 4 കാലം. സമയത്തിന്റെ കാര്യം. കന്നുകാലികൾക്കാണ് 4 എണ്ണം. 4-ൽ ഒന്നാണ് റുബ. ഓക്കെ, 5-ൽ എന്ത് പറയും? 10-ൽ ഉഷുർ. മഷീത്തു നിസ്ഫ കിലോമീറ്റർ. നിസ്ഫ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. നേരത്തെ പറഞ്ഞ കണക്കിൽ നിന്നും വ്യത്യസ്തമാണ്. അവിടെ എല്ലാം 2 മുതല് സുലുസ് അങ്ങനെ പറയുമെങ്കിലും പകുതി വരുമ്പോ എന്ത് ചെയ്യും? നിസ്ഫ് എന്നാണ്. അപ്പൊ നിസ്ഫ് കിലോമീറ്റർ. ഇവിടെ നമ്മള് കുല്ല്, ബാഗ്, റുബായ്, നിസ്ഫ് ഇവയെല്ലാം ശേഷമുള്ളതിലേക്ക് ഇമാഫത്ത് ചെയ്തിട്ടായിരിക്കും വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പ്. കസറ വരുത്തുന്ന സബ്സിഡറി പദങ്ങൾ എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് നമ്മൾ മുമ്പ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ പെട്ടതാണ്. അവിടെയൊക്കെ അളവ്, തോത്, സ്ഥലം ആയിട്ട് ബന്ധപ്പെട്ട സംഗതി ആയിരിക്കും വരിക. താഴ്ത്ത, ഇന്ത അതൊക്കെ സ്ഥാനത്ത് സൂചിപ്പിക്കുന്നതാണ്. അതെല്ലാം ശേഷമുള്ളതിലേക്ക് ഇമാഫത്ത് ചെയ്യപ്പെട്ടായിരിക്കും വരിക. അതേപോലെ കുല്ല്, ബാഗ്, റുബായ്, നിസ്ഫ് ഇതെന്താണ്? അതിന്റെ ഒരു ഭാഗം, ഒന്നുകിൽ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം വരുമ്പോഴത്തേക്ക് അതും എന്താണ്? ഇളാഫത്ത് ചെയ്തിട്ടായിരിക്കും വരിക. എന്തായിരുന്നാലും അവയ്ക്ക് നസ്ബ് വരും. എപ്പോൾ? അത് ലർഫിന്റെ സ്ഥാനത്തായിട്ട് വരും. അതിന് സമയത്തെ സൂചിപ്പിക്കുന്ന പദത്തിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട് വരുമ്പോൾ. കുല്ല ബഅദ റുബഅ നസ്ബ് ആർ മൻസൂബ് ബിക്കോസ് ദേ ഫങ്ഷൻ ആസ് ദുറൂഫ്. ആ ദുറൂഫിന്റെ സ്ഥാനത്താണ് ഉള്ളത്. The actual words denoting time or place are their മുലാഫ് ഇലൈഹി. അവയുടെ മുലാഫ് ഇലൈഹി ആണ് ശരിക്കും സ്ഥലത്തെ സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് പൂർണ്ണമായും അല്ല. നഹാർ എന്നപ്പം പൂർണ്ണമായും ആണ്. മറ്റിടത്തൊക്കെ എന്താണ്? ഭാഗികമായിട്ടാണ്. എന്താ? The adjective of ദുറൂഫ് after the verb itself has been omitted. അപ്പോ അതിന്റെ വിശേഷണ പദം എന്തായിരിക്കും? നാമവിശേഷണം ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാകും. ഉദാഹരണമായിട്ട് ജലസ്തു തവീലൻ എന്ന് പറഞ്ഞ എന്താ? ജലസ്തു തവീലൻ എന്ന് പറഞ്ഞെടുത്ത് എന്ത് തവീലാണെന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. ജലസ്തു തവീലൻ പറഞ്ഞ ജലസ്തു വഖ്തൻ വഖ്തൻ തവീലൻ എന്നാണ്. ഞാൻ ദീർഘമായി ഇരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ദീർഘനേരം ഇരുന്നു എന്നാണ്. ഒരാൾക്ക് അങ്ങനെ പറയാറുണ്ടെങ്കിലും ചില സന്ദർഭത്തിൽ അങ്ങനെയാണുള്ള പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ജലസ്തു തവീലൻ അല്ലെങ്കിൽ പറയുമ്പോൾ ജലസ്തു തവീലൻ എന്ന് പറയാം. ഞാൻ നീളത്തിൽ ഇരുന്നു എന്നല്ല, മറിച്ച് എന്താണ്? ജലസ്തു വഖ്തൻ തവീലൻ എന്നാണ്. ആ വഖത്ത് എന്നുള്ളത് എന്താണ്? ഒഴിവാക്കപ്പെടുന്നത്. അതാണ് ശരിക്കും അതിന്റെ ദർഫ്
മറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഒഴിവാക്കിയിട്ട് അതിന്റെ വിശേഷണമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സിഫത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തിനെയാണോ വിശേഷിപ്പിച്ചത് അത് പറഞ്ഞിട്ടില്ല. അതേപോലെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനോൺ whose ബദൽ ഈസ് എ വേർഡ് ഡിനോട്ടിംഗ് ടൈം ഓർ പ്ലേസ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ഡെമോൺസ്ട്രേറ്റിംഗ് പ്രോനോൺ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ശേഷമുള്ളത് അൽ ഉള്ളതാണെങ്കിൽ അതിനെ ശരിക്കും എന്താണ്, ആ ഹാദ എന്നുള്ളത് ചൂണ്ടാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചുള്ളതാണ്. എന്തായിരിക്കും, അപ്പം അതിന്റെ ബദലാണ്, പകരം വന്നതാണ്. അതുകൊണ്ടാണ് അത് മാറ്റിയിട്ട് നോക്കിയാൽ ശരിക്കും അടയാളം മനസ്സിലാക്കാം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഹാദ ശരിക്കും എന്താണ്, ലർഫാണ്. പിന്നെയാണ് ഹാദൽ ഉസ്ബു. ഹാദ ഇപ്പൊ ശരിക്കും എന്താണ്, ലർഫിന്റെ സ്ഥാനത്താണ്. അത് മബിനി ആയതുകൊണ്ട് അതിനെ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ അതിന്റെ ഇത് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ബദലായതുകൊണ്ടാണ് അതിന് ആ നെസ്ബ് വന്നത്. ഹാദൽ ഉസ്ബു ആണ്. നമ്മൾ നോക്കും മനസ്സിലാക്കാവുന്നല്ലോ. ഉസ്ബു എന്ന് പറയുമ്പോൾ എന്താണ്, അത് സമയത്ത് സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ആ സംഭവമാണ് ഹാദയ്ക്കുള്ളത്, അതിന്റെ അടയാളമാണ് ഹാദയ്ക്കുള്ളത്. പിന്നീട് അതിന്റെ വിശേഷണമായിട്ട് വന്നതുകൊണ്ടാണ് ഉസ്ബുവിന് ഇത് കൊടുത്തത്. ഗ്രാമറ്റിക്കലായിട്ട് ഉസ്ബുവിന് നെസ്ബ് വന്നു. നമ്പേഴ്സ് റെപ്രസെന്റേറ്റിംഗ് പ്ലേസ് ഓർ ടൈം, അതും എന്ത് ചെയ്യും, അതേപോലെ വരും. മക്കസ്തു ഫി ബഗ്ദാദ അർബഅത അയ്യാമിൻ. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്പർ പറഞ്ഞപ്പോഴത്തേക്ക് അല്ലെ, ഇതേപോലെ നെസ്ബ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും എന്താണ് ഇവിടെ മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ശരിക്കും അർബഅത അയ്യാമിൻ, യൗം എന്താണ് ശരിക്ക്, അത് ലർഫാണ്. ആ ലർഫിന്റെ സ്ഥാനത്താണ് അർബഅത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നെസ്ബ് വന്നത്. ശേഷമുള്ളതിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടാണ് അതുണ്ടാവുക. കാരണം അത് നമ്പറിന്റെ വ്യാകരണമാണ്. അപ്പൊ ശരിക്കും ആ നമ്പറിന് എന്ത് കിട്ടും, നെസ്ബ് കിട്ടും. കാരണം ലർഫ് കാരണമായിട്ട്. മക്കസ്തു ഫി ബഗ്ദാദ അർബഅത അയ്യാം സിർന 100 കിലോമീറ്റർ. നേരത്തെ നമ്മള് ദൈർഘ്യത്തെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആ കിലോമീറ്റർ എന്താണ്, ലർഫിൽപ്പെട്ടതാണ്. ആ ലർഫിന്റെ അടയാളമാണ് നിയത്തിന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്പറിങ്ങിന്റെ കണക്ക് വരുമ്പോൾ ഗണം വരുമ്പത്തേക്ക് എന്തായി, അവിടെ ഇളാഫത്ത് ചെയ്തിട്ടായിരുന്നു ഉണ്ടാവുക. കിലോമീറ്ററിന് നെസ്ബ് കൊടുക്കാൻ പറ്റില്ല. കിലോമീറ്റർ നിയത്തും അതുമായിട്ട് ഇളാഫത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഇളാഫത്തിന്റെ അടയാളമായിരിക്കും അവിടെ വരിക. അർബഅത്ത് ഈസ് മൻസൂബ് because it represents a word denoting time. അയ്യാം, നിയത്ത് പോലെ. The same way the come, how many function as larf. അതേപോലെ എന്ത് ചെയ്യും, കമ്മും ലർഫിന്റെ സ്ഥാനത്ത് വരും. എപ്പോൾ, ഈ പറഞ്ഞ പോലെ കം ലബിസ്ത വരുമ്പോഴത്തേക്ക് എന്താണ്, കം ലബിസ്ത എന്ന് പറഞ്ഞ സമയത്ത് സൂചിപ്പിക്കുന്നതാണ്. ലബിസ്ത നീ താമസിച്ചു. അപ്പൊ നീ താമസിച്ചു എന്ന് എന്താണ്, എത്ര നേരം നീ താമസിച്ചു എന്ന് പറഞ്ഞാൽ അത് സമയത്ത് സൂചിപ്പിക്കുന്നതാണ്. അയിന് ലബിസ്തയാണ് വന്നിരുന്നെങ്കിൽ അവിടെ സ്ഥലത്ത് സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ കം ലബിസ്ത, ഹൗ ലോങ്, അപ്പൊ അവിടെ എന്താണ് ശരിക്കും നെസ്ബിന്റെ സ്ഥാനത്താണ് അതുള്ളത്. കം മശൈത, അതും എന്താണ്, അതെന്തായിരിക്കും ശരിക്കും സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ്. കം മശൈത, നീ എത്ര നടന്നു,
എത്ര നേരം നടന്നു, എത്ര ദൂരം നടന്നു, എത്ര നേരം, എത്ര ദൂരം നടന്നു. ഒന്നാമത്തതാണ് ലർഫ്. ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്ന ഒന്നാമത്തെ വിഷയമാണ് ലർഫ്. ലർഫിന് അൽ മഫ്ഊലു ഫീഹി എന്നാണ് പറയുന്നത്. അപ്പൊ മഫ്ഊലു ബിഹിയും മഫ്ഊലു ഫീഹിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ എല്ലാ സ്ഥലത്തും വെറും മഫ്ഊലെ നമ്മൾ പറയാൻ പാടില്ല. സെന്റൻസ് സ്ട്രക്ചർ വരുമ്പോൾ, വാക്യഘടന വരുമ്പോൾ വെറും മഫ്ഊൽ എന്ന് പറയാൻ പാടില്ല. അവിടെ മഫ്ഊല് ബിഹി ആണെങ്കിൽ മഫ്ഊല് ബിഹി എന്ന് തന്നെ പറയണം. ലർഫാണെങ്കിൽ മഫ്ഊല് ഫീഹി എന്നായിരിക്കും പറയുക. വേറെയും മഫ്ഊലുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിക്കും. മഫ്ഊലുകൾ എന്നൊക്കെ പറഞ്ഞാൽ മൊത്തത്തിൽ എന്താണ്, അതിന് നമ്മൾ എല്ലാം വിശദീകരണം പഠിക്കുന്നതിലേക്കാണ് പോകുന്നത്. മഫ്ഊല് ബിഹിയും മഫ്ഊല് ഫീഹിയും അല്ലാത്ത മഫ്ഊലുകളൊക്കെ മനസ്സിലാക്കാൻ വേറെയും വകുപ്പുകളുണ്ട്. ഓരോന്നും മനസ്സിലാക്കാൻ വേറെയും രീതികളുണ്ട്. പക്ഷെ അതിനും ഓരോന്നിനും ടെക്നിക്കലി ചില പേരുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മഫ്ഊലുകൾ വേറെയും ഉണ്ട്. ഈ പറഞ്ഞ രണ്ട് മഫ്ഊലുകളെയും അതിൻ്റെതായ പേരിൽ നമ്മൾ വിളിച്ച് ശീലിക്കുക. മഫ്ഊൽ ബിഹി എന്നുള്ളത് അങ്ങനെയും മഫ്ഊൽ ഫീഹി എന്നുള്ളത് ഇങ്ങനെയും പറഞ്ഞ് ശീലിക്കുക. മഫ്ഊലുൻ ബിഹി എന്നുള്ളത് ആരെ എന്ത് ആണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ? ആരെ അല്ലെങ്കിൽ എന്തിനെ. മഫ്ഊൽ ഫീഹി വരുമ്പോൾ എവിടെ അല്ലെങ്കിൽ എപ്പോൾ. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ പോയിന്റാണ് ലവ്. എങ്കിൽ പാർട്ടിക്കിൾ ലവ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ അൺഫുൾഫിൽഡ് കണ്ടീഷൻ ഇൻ ദ പാസ്റ്റ്. അത് നടന്നിട്ടില്ല എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അതെന്തായിട്ടില്ല? കംപ്ലീറ്റ് ആയിട്ടില്ല, പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഉദാഹരണം ലവിജിത്തഹത്ത. ജിത്തഹദ്ത എന്ന് പറയില്ല കേട്ടോ, ലവിജിത്തഹത്ത. ഇതൊക്കെയാണ് അന്ന് പണ്ട് പഴയ AI ഉപയോഗിച്ചിട്ട് ഇത് കൊടുത്തതാ. നമ്മൾ AI എന്ന് വിളിച്ചിട്ടില്ല, പക്ഷെ അന്നും AI രൂപഭേദങ്ങൾ ഉണ്ടായിരുന്നു. അതിന് ഹർക്കത്ത് കൊടുക്കാനുള്ള ടെക്നിക്ക് ഉണ്ടായിരുന്നു. ആ ഹർക്കത്ത് കൊടുക്കുന്ന രീതിയിൽ അടയാളം തെസ്കീൽ എന്നത് ഷക്കിൽ കൊടുക്കുന്ന രീതി ഉപയോഗിച്ചിട്ട് ഷക്കിൽ കൊടുത്തതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ദായിൻ തായിൻ എന്താണ്, ഇദഹാം എന്താണ് ദായിൻ തായിൻ മുത്തജാനിസൈൻ, രണ്ട് അക്ഷരം അടുത്തടുത്ത രണ്ട് വരുന്ന അക്ഷരം മുത്തജാനിസൈൻ ഒരേ ജിൻസിൽപ്പെട്ടത്. ദായിൻ തായും ഒരു മഹ്റജിന് അടുത്തടുത്ത മഹ്റജുള്ളതാണ്. രണ്ടും കൂടെ ചേർന്നിട്ട് ജിത്തഹത്ത എന്നാണ്. പ്രത്യേകിച്ച് നമ്മൾ ഖുർആൻ പഠിക്കുന്ന ആൾക്കാണ് പറയേണ്ടത്. അറബി പഠിക്കുന്നവർ ഇജ്തഹദത്ത എന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷെ എന്നാലും അറബി വായന അനുസരിച്ച് ലവിജിത്തഹത്ത എന്ന് തന്നെയാണ് വരിക. ലനജഹത്ത ലവിജിത്തഹത്ത ലനജഹത്ത. എന്താർത്ഥം? ഈ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്സാകുമായി. അപ്പൊ എന്തായിരുന്നു ശരിക്കും അർത്ഥം? നീ ജിത്തിഹാദ് ചെയ്തില്ല, ജയിച്ചതുമില്ല എന്നാണ്. അതുകൊണ്ടാണ് അൺഫുൾഫിൽഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞത്. നടന്നിട്ടില്ല. അതിനെന്താ പറയുന്നത്? അതിന് അറബിയിൽ ഇംതിന എന്നാ പറയാ. എന്നാ പണ്ട് ആൾക്കാരും ചോദിക്കുന്നത് പേരിൽ എന്തിരിക്കുന്നു. അപ്പോൾ ചില ടെക്നിക്കൽ വാക്കുകളെങ്കിൽ നമുക്ക് കൺഫ്യൂഷനോ അല്ലെങ്കിൽ മനസ്സിൽ പ്രയാസം ഉണ്ടാകുന്നെങ്കിൽ അതങ്ങ് മറന്നു പോയാണ്. ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് മാത്രം നോക്കുക. ലവിജിത്തഹത്ത ലനജഹത്ത എന്ന് പറഞ്ഞാൽ നീ ഇജ്തിഹാദ് ചെയ്തില്ല, അതുകൊണ്ട് ജയിച്ചില്ല. അപ്പൊ ഇംതിനാനിൽ ഇംതിനാൻ, ഒന്ന് നടക്കാത്തതിനാൽ മറ്റൊന്ന് നടന്നില്ല എന്നർത്ഥം. ഇംതിനാൻ ഇംതിനാൻ, ഒന്നിന്റെ അഭാവത്തിൽ മറ്റേത് നടന്നില്ല. അങ്ങനെയുള്ള പദത്തിനാണ്. അപ്പൊ ലവിന് എന്ത് പേര് പറയും? അതിന്റെ പേരാണ് ഹർഫ് ഇംതിനാൻ ഇംതിനാൻ. മലയാളം ഗ്രാമർ പഠിക്കുന്ന പോലെ പഠിച്ചാൽ അറബി ഗ്രാമർ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഹാർഡായിട്ട് തോന്നുന്ന സംഭവം ടെക്നിക്കൽ വാക്ക് നമ്മൾ മറന്നേക്കുക. പക്ഷെ സംഭവം ചോദിച്ചാൽ എന്തിനാണ് പഠിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടുണ്ടെന്ന് പറയും.
which means that this particle signifies that one thing failed to happen because of the another. മറ്റതിന്റെ അഭാവത്താൽ ഇത് നടന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന പദമാണ് ഉദാഹരണമായിട്ട് ലവ്. As you can see, the sentence is made up of two parts. The second part is called the jawab, the above example. അപ്പോൾ ലവിന് എന്തുണ്ടാവും? കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷന്റെ റിസൾട്ട് ആണ് രണ്ടാമത്. ഷർത്തും ജവാബ് എന്ന് പറഞ്ഞ പോലെ ലവിജിത്തഹത്ത ലനജഹത്ത. അപ്പൊ എന്താണ് രണ്ടാമത്തെ? ജവാബ് എന്ന് പറയാം. ലനജഹത്ത ഇസ് ദ ജവാബ്. ഇംതിനാന്റെ അർത്ഥം, വാക്കർത്ഥം ഇംതന എന്ന് പറഞ്ഞാല് തടഞ്ഞു, അല്ലെങ്കിൽ അഭാവം ഉണ്ടായി. മന തടഞ്ഞു. ഇംതന എന്ന് പറഞ്ഞാൽ സ്വയം തടഞ്ഞു. മന തടഞ്ഞു, ഒരാള് മറ്റേതിനെ തടഞ്ഞതിനാണ് മന എന്ന് പറയും. ഇംതന എന്ന് പറഞ്ഞാൽ സ്വയം തടഞ്ഞു, അല്ലെങ്കിൽ ഇല്ലാതായി, അഭാവമുണ്ടായി. ഇംതിന ഒന്നിന്റെ അഭാവത്താൽ മറ്റൊന്നിന്റെ അഭാവം ഉണ്ടായി. അപ്പൊ ഷർത്തും ജവാബും പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ജിത്തിഹാദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിക്കുമായിരുന്നു. അപ്പോ ജിത്തിഹാദ് ചെയ്തില്ല, അതിന്റെ റിസൾട്ട് ജവാബ് എന്താണ്? ജയിച്ചില്ല. ലൗ അറഫ്തു അന്നക മരീദുൻ മാ തഅഖർതു. ലൗ അറഫ്തു അന്നക മരീദുൻ, നീ രോഗിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ മാ തഅഖർതു, ഞാൻ വൈകില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അറിഞ്ഞില്ല, അതിനാൽ വൈകി. The jawab takes a lam. This lam is mostly omitted if the jawab is negative. ഇവിടെ ലവിജിത്തഹത്ത ലനജഹത്ത എന്ന് പറഞ്ഞു. എന്താണ് ശരിക്കും ഇവിടെ? ലവിജിത്തഹത്ത ലനജഹത്ത. നീ ജയിച്ചിരുന്നു, നീ ഹാർഡ് വർക്ക് ചെയ്തിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു. രണ്ടും എന്താണ്? പോസിറ്റീവ് രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? ലൗ അറഫ്തു അന്നക മരീദുൻ, നീ രോഗിയാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ മാ തഅഖർതു, അവിടെ നെഗറ്റീവ് വേർഡാണ് ഉപയോഗിച്ചത്. മാ തഅഖർതു, ഞാൻ വൈകുമായിരുന്നില്ല. അപ്പൊ മാ തഅഖർതു. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയിട്ട് വന്നപ്പോ ജവാബിന്റെ കൂടെ എന്തുണ്ട്? ലാ ഉണ്ട്. ലവിജിത്തഹത്ത ലനജഹത്ത. നെഗറ്റീവ് ആയിട്ട് വന്നപ്പോ എന്ത് വന്നു? ലാ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ പറഞ്ഞു നോക്കിയാൽ ലാ എവിടെയും മാച്ച് ചെയ്യില്ല. ഉപയോഗിക്കാൻ പറ്റുമോ? മാലത്തെ അഖർത്തും എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ലാ വരുന്നത് താക്കീദിന് വേണ്ടിയാണ്, അതിന്റെ കൂടെ ചേർക്കാൻ പറ്റില്ല. പിന്നെ ലമാ തഅഖർതു എന്ന് എന്തായാലും പറയാൻ പറ്റും. അതുകൊണ്ട് അവിടെ നെഗറ്റീവ് വാക്കാണ് ജവാബെങ്കിൽ, നെഗറ്റീവ് യൂസേജ് ആണെങ്കിൽ, നെഗറ്റീവ് സ്ട്രക്ചർ ആണെങ്കിൽ അവിടെ ലാ ഉപയോഗിക്കാൻ ലാ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ലാ ഉണ്ടാകും. ലാ തഅഖർതു എന്ന് പറയാൻ പറ്റൂല അല്ലെ? ലാ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? തഅഖർതു എന്നുള്ളത് മാളിയാണ്, മാളിയുടെ കൂടെ മായാണ്. അപ്പൊ നമ്മൾ അങ്ങനെ സംസാരത്തിൽ അങ്ങനെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഇനി സംസാരിക്കുമ്പോൾ കറക്റ്റ് ചെയ്യാം. കേൾക്കുന്ന ആൾക്ക് ചിലപ്പം മനസ്സിലായെന്ന് വരാം, പക്ഷെ എന്തായാലും ബാക്കി ഘടനയിൽ ഇങ്ങനെയാണ് മാളിയോട് മായാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ കൂടുതൽ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലവ് സമയത്ത ഹിസ്സതഹു ലബക്കൈത. അപ്പൊ അവിടെ പോസിറ്റീവ് ആണ്, ലാ വന്നിട്ടുണ്ട്. ലവ് സമയത്ത ഹിസ്സതഹു ലബക്കൈത, നീ അവന്റെ കഥ കേട്ടിരുന്നെങ്കിൽ നീ കരഞ്ഞു പോകുമായിരുന്നു. പക്ഷെ നീ കേട്ടില്ല, അതുകൊണ്ട് കരഞ്ഞില്ല. ലവ് ഹദർത അംസി മാ ശകൗതുക ഇലൽ മുദീരി. ഇതിന്റെ മീനിങ് എന്തായിരിക്കും വരിക? ലൗ ഹദർത അംസി മാ ശകൗതുക ഇലൽ മുദീരി. മലയാളത്തിൽ എന്ത് പറയും? ഞാൻ ഇന്നലെ വന്നിരുന്നെങ്കിൽ. ഞാനാണോ? ലൗ ഹദർത, നിങ്ങൾ
നീ നിങ്ങൾ ഇന്നലെ ആ, വന്നിരുന്നു. നീ ഇന്നലെ വന്നിരുന്നെങ്കിൽ നീ മാ ശക്ക ഒത്തുക്കയിലെ മുദീരി. ഹെഡ് മാസ്റ്ററോട് ഞാൻ സംശയം കംപ്ലൈന്റ് ഉണ്ടാവുമായിരുന്നില്ല. പറയുമായിരുന്നില്ല. ചോദിക്കും. ഒരാൾ പറയും ഞാൻ മുതിർന്ന ഞാൻ സംശയം ഉണ്ടാകുമായിരുന്നില്ല. മുതിർന്ന സംശയം ഉണ്ടാകുന്നില്ലായിരുന്നു. നല്ല കംപ്ലൈന്റ് മുതിർന്നോട് സംശയം ചോദിക്കുമായിരുന്നില്ല. സംശയം ചോദിക്കുന്നതാണ് ശക്കൗത്ത്. സംശയം ഉണ്ടാവും. മരീവൻ മാ കംപ്ലൈന്റ് കംപ്ലൈന്റ്. ഞാൻ നിന്നെ പറ്റി കംപ്ലൈന്റ് ആ ചെയ്യുമായിരുന്നില്ല. നിന്നെ പറ്റിയാണ് കേട്ടോ. ഇംഗ്ലീഷുകാരെ വായിച്ചു നോക്കിയൊന്നും ഞാൻ താഴോട്ട് മാറ്റിയത് അതുകൊണ്ടാണ്. അതെ അതെ അതെ. ഞാൻ താഴോട്ട് മാറ്റിയത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കണ്ടെന്ന് വിചാരിക്കുന്നത്. അത് ശരി. ശക്കൗത്തുക്ക എന്ന് പറഞ്ഞില്ലേ, അവിടെ അവിടെ നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ട് വരും. ആ ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ആ ഒബ്ജക്റ്റ് ആയിട്ട് വന്നതിനെ അയാളെ സംബന്ധിച്ച് ആണ് കംപ്ലൈന്റ് ചെയ്യുന്നത്. ശക്കൗത്തു ക, ശക്കൗത്തു ഞാൻ കംപ്ലൈന്റ് ചെയ്തു, ക നിന്നെ പറ്റി. അതെ ശക്ക ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്കൗത്തു ക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ പറ്റി പരാതി പറഞ്ഞു എന്നാണ്. ഹലോ ഹദർത്ത അംശി, നീ ഇന്നലെ വന്നിരുന്നെങ്കിൽ മാ ശക്കൗത്തുക്ക, ഞാൻ നിന്നെ പറ്റി കംപ്ലൈന്റ് ചെയ്യുമായിരുന്നില്ല. ഇല്ലൽ മുദീരി, മുദീറിന്റെ പാട്. ഇപ്പൊ ഇവിടെ നമ്മൾ ഗ്രാമറിൽ എന്താ ഇപ്പൊ പറഞ്ഞു വന്ന വിഷയത്തിൽ എന്താ ഇതിനകത്തുള്ളത്? മാ വന്നപ്പോഴ് നെഗറ്റീവ് ലാ വന്നില്ല. ഇല്ല. അതാണ് നമ്മുടെ പോയിന്റ്. ഇവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുണ്ട്. ഹാഡ് യു ബീൻ പ്രസന്റ് യെസ്റ്റർഡേ ഐ വുഡ് നോട്ട് ഹാവ് കംപ്ലൈന്റ് അബൌട്ട് യു, നിന്നെ കുറിച്ച് ഞാൻ കംപ്ലൈന്റ് ചെയ്യുമായിരുന്നില്ല. ഹാദ തആമു ഫാസിദുൻ ലൗ അക്കലഹു നാസു ലമരിദു. ഹാദ തആമു ഫാസിദുൻ, ഇതെന്താണ് ഫാസിദ്? എന്താ കേടുവന്നത്? കേട് വന്നത്. ഫാസിദ് എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായി എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. ഫസാദ്, കുഴപ്പം. അഫ്സദ, കുഴപ്പമുണ്ടാക്കി. ഫസദ എന്ന് പറഞ്ഞാലോ കുഴപ്പമായി, ചീത്തയായി. അത് താം ഫാസിൽ നിന്ന് ചീത്തയായ ഭക്ഷണമാണ്. ലൗ അക്കലഹുന്നാസു ലമരിബു, അതിന് ജനങ്ങൾ തിന്നിട്ടുണ്ടെങ്കിൽ, ആളുകൾ തിന്നിട്ടുണ്ടെങ്കിൽ അത് അവര് രോഗിയാകുമായിരുന്നു, അവർക്ക് അസുഖം പിടിക്കുമായിരുന്നു. അവർ തിന്നില്ല, അതുകൊണ്ട് അസുഖം പിടിച്ചില്ല. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് എന്തുണ്ട്? ല ഉണ്ട്. ലൗ റഅയ്ത ദാക്കൽ മൻദറ ലബകൈത, എന്താ അർത്ഥം? നീ ആ കാഴ്ച കണ്ടിരുന്നെങ്കിൽ കരിഞ്ഞു പോകുമായിരുന്നു. നീ കാണാത്തത് കൊണ്ട് കരിഞ്ഞില്ല. അപ്പൊ അവിടെ ലായുണ്ട്, പോസിറ്റീവ് ആയതുകൊണ്ട് ലായുണ്ട്. ഈ വേർഡാണ് കേട്ടോ. ഈ വേർഡ് അവിടുത്തെ യൂസേജ്, ആ സ്ട്രക്ചർ എന്താണ്? പോസിറ്റീവ് ആണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താണ്? നമ്മൾ പറയും നീ കണ്ടില്ല, അതുകൊണ്ട് കരഞ്ഞില്ല, അപ്പം നെഗറ്റീവാണ്. പക്ഷെ ഈ പ്രയോഗം എന്താണ്? നേരത്തെ പറഞ്ഞത് മാവുന്ന എവിടെയാണ്? മാ തഅഖർതു, ഞാൻ പിന്തിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താണ്? നെഗറ്റീവ് സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലൗ അറഫ്തു അന്ന റഹ്ലത യൗമ മാ തഅഖർതു. ലൗ അറഫ്തു അന്ന റഹ്ലത അൽ യൗമ എന്നാണ് കേട്ടോ. ചേർത്ത് വായിക്കുമ്പോൾ അന്ന റഹ്ലത അൽ യൗമ. ലൗ അറഫ്തു അന്ന റഹ്ലത, യാത്ര ഇന്നാണ്. അന്ന റഹ്ലത അൽ യൗമ, യാത്ര ഇന്നാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ മാ തഅഖർതു, ഞാൻ വൈകുമായിരുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ്? നെഗറ്റീവ്. ഇവിടെ മാ തഅഖർതു, ഞാൻ വൈകിയില്ല എന്നതാണ്. അപ്പൊ എന്താണ്? അവിടെ നെഗറ്റീവ് സ്ട്രക്ചർ ആണ്, അതുകൊണ്ട് ല ഉപയോഗിച്ചിട്ടില്ല. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, പാഠത്തിലെ ഒന്നാമത്തെ പോയിന്റ് ലർഫാണ്, രണ്ടാമത്തെ പോയിന്റ് ലവ് ആണ്, മൂന്നാമത്തെ പോയിന്റ് ഖബ്ലു ബഅദു. എപ്പോഴും ചോദിക്കുന്ന ആൾക്കാർ ക്ലാസ്സിന്റെ തുടക്കം മുതലേ ചോദിക്കുന്നതാണ്. ഖബ്ലും ബഅദും എന്താണ് അതിന് കസ്ർ വരാത്തതെന്ന് ചോദിക്കും. മിൻ ഖബ്ലു മിൻ ബഅദു, മിൻ ഖബ്ലു മിൻ ബഅദു എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അവിടെ മിൻ കാരണമായി കസ്ർ ഒന്നുമില്ല എന്ന് ചോദിക്കുന്നതിന്റെ മറുപടിയാണ് ഈ പറയാൻ പോകുന്നത്.
മിൻ ഖബ്ലു മിൻ ബഅദു എന്നത് അതിന് ശേഷം വേറൊന്നിനോട് ഇളാഫത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അത് മബിനിയായി. ഖബ്ലു ബഅദു മിൻ ഖബ്ലു എന്ന് പറഞ്ഞാൽ മിൻ ഖബ്ലി മാദ, എന്തിന്റെ മുമ്പ്. അതേപോലെ ബഅദ മാദ, അപ്പൊ എന്തിന്റെ ശേഷം എന്തിന്റെ മുമ്പ് എന്നുള്ളത് പറയുന്നില്ലെങ്കിൽ അവിടെ എന്തായിരിക്കും? അവിടെ മബിനിയായിരിക്കും. മിൻ ഖബ്ലു മിൻ ബഅദു എന്നായിരിക്കും വരിക. The mudaf ilayhi after them is omitted if the mudaf ilayhi or when the mudaf ilayhi after them is omitted. അതിനുശേഷമുള്ള മുലാഫ് ഇലൈഹി എന്തിനോടാണ് ഇളാഫത്ത് ചെയ്യേണ്ടിയിരുന്നത് അത് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? മിൻ ഖബ്ലു മിൻ ബഅദു എന്നുള്ളത് ബിക്കം മബിനി, അത് മബിനി ആയിരിക്കും. ഉദാഹരണം, അനൽ ആന മുദർരിസുൻ വകുന്തു മുദീറൻ മിൻ ഖബ്ലി ദാലിക എന്ന് പറഞ്ഞപ്പോ എന്തായി? ഖബലിനെ കസർ കൊടുത്തു. കാരണം അനൽ ആന മുദരിസുൻ, ഞാൻ ഇപ്പോൾ അധ്യാപകനാണ്. വകുന്തു മുദീറൻ മിൻ ഖബ്ലി ദാലിക, അതിന് മുമ്പ് ഞാൻ എന്താണ്? മുദീറായിരുന്നു, ഹെഡ് മാസ്റ്റർ ആയിരുന്നു. കുന്തു മുദീറൻ മിൻ ഖബ്ലി ദാലിക, അപ്പൊ ഖബലിനെ ദാലികയിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇളാഫത്ത് ചെയ്യുമ്പോൾ ദാലികയ്ക്ക് കസർ വരണ്ടേ? ദാലിക മബിനിയാണ് കേട്ടോ. ദാലിക മബിനി ആയതുകൊണ്ട് ഖബലിനെ ദാലികയിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോൾ അതെന്തില്ല? കസർ കൊടുത്തില്ല. മിൻ ഖബ്ലി എന്ന് വന്നതുകൊണ്ടല്ലേ കസർ ചെയ്തിരിക്കുന്ന ഖബലിന്? രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഖബലയെ ദാലികയിലേക്ക് ഇളാഫത്ത് ചെയ്തത് കൊണ്ടാണ് മിന്നിന് ശേഷം ഖബല് വന്നപ്പോൾ ഖബലിന് കസർ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഖബലിനെ ദാലികയിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പം ദാലികയ്ക്ക് എന്താ ഇളാഫത്ത് കസർ പറഞ്ഞത്? അത് മബിനി ആയതുകൊണ്ട്. പിന്നെ ദാലിക വന്നും ദാലിക ചില സമയത്ത് ദാലിക്കി എന്ന് പറയും, അത് പെണ്ണിനോട് പറയുമ്പോൾ. അവിടെ ഇളാഫത്തൊന്നും വേണ്ട. ഇളാഫത്ത് ഇല്ലെങ്കിലും കജാലിക്കി എന്ന് പറഞ്ഞില്ലേ? ആല കജാലിക്കി വായിച്ചിട്ടില്ലേ എവിടെയും? ഖാല കദാലിക ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യനുൻ. മറിയം വായിക്കാത്തോണ്ടാണ്. ആലി ഇമ്രാനിലുണ്ടെന്ന് എഴുതുമോ? അപ്പം താ ചേർന്നിട്ടാണെങ്കിലും ദാലിക്ക എന്നാണ്. അപ്പം പെണ്ണിനോട് പറയുന്നതുകൊണ്ടാണ് കദാലിക്കി എന്ന് വന്നത്. പക്ഷെ ഇവിടെ അതല്ല. ദാലിക്ക എന്ന് പറയുന്ന പദം ശരിക്കും എന്താണ്? മബിനിയാണ്. അത് പെണ്ണിനോട് പറയുമ്പോൾ കെസർ എന്നത് കെസറിന്റെ മബിനിയാണ്. ആണിനോട് പറയുമ്പോൾ ദാലിക്ക എന്നാണ്. ജനറലി പറയുമ്പോൾ ദാലിക്ക എന്നത് ഫതഹിന്റെ മബിനിയാണ്. അപ്പൊ അതുകൊണ്ട് ഖബലയ്ക്ക് ശേഷം ദാലിക്കയ്ക്ക് കെസർ കൊടുത്തില്ല, മബിനി ആയതുകൊണ്ട് കെസർ കൊടുക്കാൻ പറ്റില്ല. അതേസമയം മിന്നിന് ശേഷം ഖബല വന്നപ്പോൾ കെസർ കൊടുത്തു. കാരണം ഖബലയെ മറ്റൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട് എന്നത്. അനല്ലാന മുദീറൻ വകുന്തു മുദീറൻ അനല്ലാന മുദരിസൻ വകുന്തു മുദീറൻ മിൻ ഖബ്ലി ദാലിക. ദാലിക ഈസ് മുളാഫ് ഇലൈഹി. Before that means before beginning being a teacher. Now when the mulaf ilayhi is mentioned qabli. Now when the mulaf ilayhi is mentioned qabli is mu'arab. മുളാഫ് ഇലൈഹി സൂചിപ്പിച്ച് വന്നിട്ടുള്ളത് കൊണ്ട്, പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് ഖബല എന്ത് ചെയ്തു? മുഅറബ്. മബിനിയുടെ ഓപ്പോസിറ്റ് എന്താണ്? മുഅറബ്. അറബിയാക്കപ്പെട്ടതാണ് മുഅറബ് എന്ന് പറഞ്ഞാൽ അടയാളം സ്വീകരിക്കുന്നത്. ഡിക്ലൈനബിൾ, അടയാളം മാറി വരാവുന്നത്, അടയാളം മാറി വരുന്നതാണ് മുഅറബ്. മബനി എന്ന് പറഞ്ഞാൽ അന്ത്യമുറച്ചത്. മബനി എന്നതിന്റെ ഓപ്പോസിറ്റ് മുഅറബാണ്. ആൻഡ് ഇറ്റ് ടേക്സ് ദ ജർ എൻഡിങ് ആഫ്റ്റർ ദ പ്രപ്പോസിഷൻ മിൻ വന്നത് കാരണമായിട്ട് അവിടെ കസർ സ്വീകരിക്കും. അതേസമയം വകുന്തു മുദീറൻ മിൻ ഖബ്ലു എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഖബറിനെ വേറൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്താത്തത് കൊണ്ട് ഖബർ എന്നത് മബിനിയായി. ഇതേ സെന്റൻസ് അങ്ങനെയും പറയാം. അനല്ലാന മുദരിസിൻ വകുന്തു മുദീറൻ മിൻ ഖബ്ലു എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അധ്യാപകനാണ്, മുമ്പ് ഞാൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പൊ മുമ്പ് എന്ന് മാത്രം നിരുപാധികമായി പറയുക. എന്തിന്റെ മുമ്പ് എന്ന് പറയുന്നില്ലെങ്കിൽ അവിടെ ഖബ്ലു എന്നതാണ് എന്നത് എന്തായിരിക്കും? മബിനിയായിരിക്കും. The same way we say കാന ബിലാലുൻ മഈ ഇല സഅത്തിൽ ആശിറ, 10 മണി വരെ ബിലാൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. വലം അറഹു മിൻ ബഅദി ദാലിക, വലം അറഹു ഞാൻ അവനെ കണ്ടില്ല, മിൻ ബഅദി ദാലിക അതിനുശേഷം. അപ്പം ബഅദിനെ ദാലിക്കയിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് ബഅദിന് മിൻ കാരണമായി കസ്ർ വന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. വലം അറഹു മിൻ ബഅദു എന്ന് മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ ബഅദിനെ വേറൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്യാത്തതുകൊണ്ട് ബഅദ് മബിനിയായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു, ഇപ്പോഴും ശേഷവും അള്ളാഹ്ക്ക് തന്നെയാണ് കൽപ്പനാധികാരം. അൽ-അംർ. നെഹ്റിന്റെയും നെഹാറിന്റെയും ജമ്മ ഫോമുകള് നെഹ്റിൻ്റെത് അൻഹറാണോ? രാത്രികൾ എന്നുള്ളതിന്റെ നെഹ്റുൻ നെഹ്ർ, അൻഹുർ. ദിവസങ്ങൾ എന്നുള്ളതിന്റെ അൻഹർ അല്ലേ? അതെ. നെഹാറ് നെഹാറിന്റെ ജമ്മ അരുവി, നെഹാർ. അതെ. അൻഹാർ. അൻഹാർ. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. 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 അതുപോലെ അറബീന്റെ അർത്ഥം അപ്പം വരല് മാറുന്നതാണോ? അറബി എന്നുള്ള മാറുന്നതാണ്. വാക്കിന്റെ അതെ, മാറുന്നതാണ്. ഡിക്ലൈനബിൾ ലാംഗ്വേജ് എന്നാണ് അതിന്റെ ശരിക്കും അർത്ഥം. അന്ത്യം മാറി വരുന്ന ഭാഷ എന്നാണ്. അതുപോലെ തിരമാലകൾ പോലെ അല്ല, കടൽ പോലെ എപ്പോഴും ശാന്തവുമാകാം, എപ്പോഴും ക്ഷോഭ്യവുമാകാം. അത് തോന്നിയിട്ടുണ്ടോ ഡോക്ടറിന്? കടൽ പോലെ എപ്പോഴും ശാന്തവുമാകാം, എപ്പോഴും ക്ഷോഭ്യവുമാകാം. തോന്നിയിട്ടുണ്ടോ? ഇല്ല, അറിയില്ല. നിങ്ങൾ എല്ലാവരും സോഫ്റ്റ് ആയിട്ട് എല്ലാവരും ഡോക്ടറെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടാണ്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സർജറിയിലേ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഡോക്ടറിനെ. പരാതി കൂടും. അങ്ങനെ പെട്ടെന്ന് ശാന്തമാകുകയും ചെയ്യും, പെട്ടെന്ന് ശോഭിക്കുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശാന്തമാകുന്ന സമയത്ത് ശാന്തമാകും, എന്നാൽ ശോഭിക്കുന്ന സമയത്ത് ശോഭിക്കുകയും ചെയ്യും. അത് 12 കഴിഞ്ഞു കേട്ടോ പാഠം. ഈ മായും മാതായും യൂസ് ചെയ്യുന്നാൽ എന്തെങ്കിലും നിയമം ഉണ്ടോ? മാതാ എവിടെ യൂസ് ചെയ്യാൻ? രണ്ടും എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ എന്തായാലും പറ്റില്ല. അതെ. മാതാ ശരിക്കും എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഈ ഇസ്തിഫാമിലാണ്. രണ്ടും ഇസ്തിഫാമാണ്. മായും മാതായും ഇസ്തിഫാമാണ്. അതെ. പക്ഷേ മാതാ ഇൻദക്, മാ ഇൻദക് എന്നൊക്കെ വരും. ശരിക്കും ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മൾ നോക്കിയിട്ട് പറയാം എങ്ങനെയാണെന്നുള്ളത്. രണ്ടും എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? പറ്റില്ല. നമ്മൾ മലയാളത്തിൽ ചില വാക്കുകളിൽ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കില്ല എന്നതുപോലെ. അദ്ദർസു സാലിസ് അശർ 13 എന്താണ്? ലാമുൽ അംർ.
ലാമുൽ അംർ. ലാമുൽ അംറിനെ കുറിച്ച് ലാമുൽ അംർ ലാ അന്നാഹിയ. ലാ അന്നാഹിയ നമുക്ക് നമ്മൾ സമയം കഴിഞ്ഞല്ലേ? ആ 8 മണി കഴിഞ്ഞാതെ ടൈം കീപ്പർ ഇപ്പൊ സമയം ഒരു ടൈം ദിവസം കീപ്പർ ഒരു സമയം chapter ഒരു ദിവസം ഒരു സമയം ചാപ്റ്റർ നോക്കുന്നില്ല. എടുക്കാൻ പറ്റും. അത് വിസ്തരിച്ചെടുക്കണമെങ്കിൽ ഒരു ദിവസം ഒരു ചാപ്റ്റർ എടുക്കാൻ പറ്റും ഇൻഷാ അല്ലാ. നിങ്ങൾ വായിച്ചു വരാത്തോണ്ടാണ് എനിക്ക് എന്റെ മൈൻഡ് അങ്ങ് സ്ലോ ആകുന്നത്. നിങ്ങൾ അങ്ങനെ ചോദ്യം നമ്മൾ ചോദിക്കുന്ന വായിച്ചതുമായിട്ട് കമ്പയർ ചെയ്യൊക്കെ ചെയ്യണ്ടേ ഉസ്താദ് പറയുമ്പോ? അതാണ്. ചോദിച്ച ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി പറയുകയാണെങ്കിൽ എന്റെ മൈൻഡ് പെട്ടെന്ന് സഞ്ചരിക്കും. ഇൻഷാ അല്ലാ. അത് സ്വാഭാവികമാണ്. പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ്. അല്ല കുറച്ച് സ്ലോ ആക്കുന്നതല്ല ഇൻഷാ അല്ലാ. ഒരു ലെസൺ ഒരു ദിവസം എടുത്താല് ഇൻഷാ അല്ലാ സ്ലോ നല്ലതായിരിക്കും. ആക്കുന്നതിന് എന്താ പറയാ, പഠനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. പഠനം സ്ലോ ആക്കാൻ പാടില്ലെന്നാണ്. പഠനം എന്നത് മാത്രമല്ല, നമ്മൾ ഏത് സംഗതിയും സ്ലോ ആക്കിയാൽ സ്ലോ ആയി പോകും. സ്ലോ ആക്കിയാൽ സ്ലോ ആയി പോകും. നിങ്ങൾ ഒരു ദിവസം രാവിലെ കുറച്ച് കാര്യങ്ങൾ സ്പീഡ് ചെയ്ത് നോക്കി, അന്ന് ഒരു വർഷത്തെ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്തു തരും, ഒരു മാസത്തെ കാര്യങ്ങൾ ചെയ്തു തരും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുറച്ച് അലസമായിട്ട് നിന്ന് നോക്കി, ഒരു പണിയും ചെയ്യില്ല, ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. രാവിലെ നിങ്ങളെടുത്ത് വാട്സപ്പ് ഇങ്ങനെ നോക്കിയാൽ മതി. വാട്സപ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ നമ്മളെ സ്ലോ ആക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. നോക്കി അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. അരമണിക്കൂർ അതേസമയം നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കി, അരമണിക്കൂർ കൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു പ്രധാനപ്പെട്ട സംഗതി വാട്സാപ്പ് തൊട്ടിട്ടുണ്ട് അത് തുടരുത്. പർപ്പസ്ഫുള്ളി ആയിരുന്നാൽ മതി. ലൈഫോ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയോ നമ്മുടെ ദിവസങ്ങളോ ഉണ്ടായിരിക്കും പർപ്പസ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ഒരു സംഗതി ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം. അല്ലേ? സുബ്ഹാനഹു വ തആല അത് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും. നിങ്ങളൊരു ടീമിനെ ഉണ്ടാക്കണം എന്ന് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുക. അണ്ടർസ്റ്റാൻഡിംഗ് ഖുർആൻ ആകാം, കമ്മ്യൂണിക്കേറ്റീവ് അറബിക് ആകാം, എന്തായിരുന്നാലും നിങ്ങൾ പഠിച്ച സംഗതികൾ പഠിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരെങ്കിലും നിങ്ങൾ കണ്ടെത്തുക. നേരത്തെ പറഞ്ഞതുപോലെ സ്പീഡ് ലേണിംഗ് എന്നത് ഒരു പ്രധാന ഘടകമാണ്. സ്പീഡ് ലേണിംഗ്, സ്പീഡ് റീഡിങ്. നിങ്ങൾ ഒരു ദിവസം എത്ര ബുക്ക്, 3 ബുക്കൊക്കെ വായിച്ചെടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ആഴ്ചയിൽ 3 ബുക്ക് വായിക്കും. വായിച്ചെടുത്താൽ നിങ്ങളുടെ നോളജ് ഭയങ്കരമായിരിക്കും. നിങ്ങൾക്ക് പേജ് എടുത്ത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. പേജ് തുറന്നു നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവുന്ന രീതിയിലേക്ക് എത്താൻ പറ്റും. അപ്പൊ നമ്മൾ എത്രത്തോളം വേഗത്തിൽ ഒരു സംഗതി പഠിക്കുന്നു, അത്രത്തോളം നമുക്ക് എവർ ലാസ്റ്റിക് ആയിരിക്കും, ദീർഘനാളം നിൽക്കുന്നതായിരിക്കും. അതേപോലെ പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. അല്ലെങ്കിൽ മൈൻഡിനിടയിൽ ബ്രേക്ക് ഉണ്ടാവും, ഇടയ്ക്ക് ക്ലസ്റ്റർ ബ്രേക്ക് ഉണ്ടാകും. ക്ലസ്റ്ററുകൾ തമ്മിൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യാണ്. സേവ് ചെയ്യുന്നതിന് ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ് ഇൻഫർമേഷൻ തമ്മിൽ എന്താവില്ല, ടച്ച് ഉണ്ടാവില്ല, കണക്ഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ അപ്പൊ ഒരാൾ ഒരു കാര്യം പറയുന്നത് വളരെ വളരെ സാവധാനമാണ് പറയുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അയാൾ എന്താ പറഞ്ഞു നോക്കിയാൽ നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അതേസമയം വേഗത്തിൽ പറഞ്ഞു തീർത്താൽ അയാൾ എന്താ പറഞ്ഞെന്നുള്ള സമ്മറി എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. എന്തായിരുന്നാലും പഠിച്ചതിനെ ശരിയാവണ്ണം ഉപയോഗിക്കാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അവിടെ ഒരു മന്നേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഖൈറുക്കും മൻ, നിങ്ങളിൽ ഉത്തമൻ ഒരുവനാണ്. അവൻ എന്ത് ചെയ്തു? തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഹൈറായ മനുഷ്യനാവും, അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഹൈറായ മനുഷ്യനാവും. അങ്ങനെയല്ല. എനിക്ക് നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ ഞാൻ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഞാൻ എന്തായി? നിങ്ങൾ ഉത്തമനായി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ പഠിക്കുകയും ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണ് നിങ്ങളിൽ ഉത്തമൻ. അപ്പം കീപ്പ് ഓൺ ലേണിംഗ് ആൻഡ് ടീച്ചിങ്. എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും പഠിക്കൽ അനിവാര്യമായി വരും. പഠിച്ചെങ്കിൽ മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. ഇന്നലെ പഠിപ്പിച്ചതല്ല ഇന്ന് വരുന്നത്. കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പഴയ നോളജുകൾ നമ്മൾ പുതുക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. പുതുക്കിയെങ്കിൽ മാത്രമേ പുതിയ രീതിയിൽ, പുതിയ ഭാവത്തിലും പുതിയ കാര്യങ്ങളും ജനങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും.
ഇന്നലെ പഠിച്ച ഖുർആനായിരിക്കും എന്ന് നമ്മളത് വായിക്കുമെന്ന് തോന്നും. അതിൽ കുറെ കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ആ രീതിയിൽ പഠിക്കാനും പഠിപ്പിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله. السلام عليكم ورحمه الله وبركاته.